അസ്സലാമലൈക്കും. അപ്പോൾ രാവിലെ തന്നെ മക്കൾ മദ്രസയിലെല്ലാവരും പോയിട്ടുണ്ട്. അപ്പോൾ ഒരാളാണെങ്കിൽ നല്ല ഉറക്കിലാണ് കേട്ടോ. അവൾക്ക് മദ്രസ ഇല്ല, അപ്പോൾ അവൾക്ക് രാത്രിയാണ് കേട്ടോ മദ്രസ്. പിന്നെ മഴയൊക്കെ ആസ്വദിച്ചിരുന്ന് നോക്കി കിച്ചണിലേക്ക് വന്നു കുറച്ച് ദോശയും ചായയൊക്കെ ഉണ്ടാക്കി കേട്ടോ. പിന്നെ ഇന്നാണെങ്കിൽ കുറച്ച് വൈകിട്ടാണെങ്കിലും കുഴപ്പമില്ല, മക്കൾക്ക് സ്കൂളില്ലാത്തത് കൊണ്ട് ഇന്ന് പെട്ടെന്ന് ചായൻ്റെ ആവശ്യമൊന്നും എന്തായാലും ഉണ്ടാവില്ല. അങ്ങനെ ഞാൻ കുറച്ച് വൈകിട്ടാണ് കേട്ടോ എണിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു 8 മണി സമയത്താണ് ഞാൻ എണിച്ചത്. സംഭവം സ്കൂളില്ലാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ രാവിലെ തന്നെ എണിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ മുറ്റത്താണെങ്കിൽ ഭയങ്കര മഴയും ഉണ്ട്. പിന്നെ ഞാനാണെങ്കിൽ ഇന്നലെ നനക്കാത്തതാണ്, ഒരുപാട് തുണി ഉണ്ടായിരുന്നു കേട്ടോ നനക്കാൻ. ഇന്നലത്തെയും ഇന്നത്തെയും കൂട്ടിയിട്ട് ഒരുപാട് ഉണ്ടായിരുന്നു. അങ്ങനെ അതാണ് ഏറ്റവും വലിയ സമാധാനക്കേട്. നമ്മളത് നനച്ചാലല്ലേ നമുക്ക് വീട്ടിലുള്ള പണിയാണെങ്കിൽ മൊത്തത്തിൽ എപ്പോൾ വേണമെങ്കിലും എടുക്കാം. പക്ഷേ ഈ തുണിയാണെങ്കിൽ പെട്ടെന്ന് നനയ്ക്കണമല്ലോ. അങ്ങനെ അതൊക്കെ നനച്ച് വന്നതിന് ശേഷം ഞാൻ കിച്ചണിലേക്ക് വന്നു. പിന്നെ പെട്ടെന്ന് എല്ലാ കറിയും അതുപോലെ തന്നെ ചോറാണെങ്കിൽ രാവിലെ കുക്കറിൽ വെച്ചതാണ്. പിന്നെ കുറച്ച് ബീട്രൂട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ബീട്രൂട്ടും അതുപോലെ തന്നെ കുറച്ച് പപ്പടവും ഉണക്കമീനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കറിയാക്കി. ഇത് നമ്മളെ തറവാട്ടിലൊരു മരത്തിലുണ്ടായ ചക്കയാണ് കേട്ടോ. ദീപച്ചക്ക എന്ന് പറയലുണ്ട്, ഞാൻ കുഞ്ഞിച്ചക്കയാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ കുക്കറിൽ വെച്ചിട്ട് നല്ലൊരു അടിപൊളി കറി ഉണ്ടാക്കി കേട്ടോ. നല്ല ചക്കയാണ്. അപ്പോൾ അത് ആദ്യമായിട്ടല്ല ഉണ്ടാകുന്നത്, കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിട്ട് ഞങ്ങൾ കറി വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളി ചക്കയാണ് കേട്ടോ. അങ്ങനെ പരിപ്പൊക്കെ ഇട്ട് നല്ല കറി ഉണ്ടാക്കി. പിന്നെ കുറച്ച് പപ്പടം ഉണ്ടാക്കി. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെല്ലാ കറിയും സെറ്റായിട്ടുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചു ചോറൊക്കെ വയ്ക്കാമെന്ന്. ഞാൻ രാവിലെ ചായ കുടിക്കാത്ത ആളാണ് കേട്ടോ. അങ്ങനെ ഞാൻ 1 മണിയാകുമ്പോഴേക്കും ഞാൻ ചോറ് വയ്ച്ചു. എല്ലാ കറിയും കൂട്ടി നല്ല ആസ്വദിച്ച് കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നാളെ പുതിയൊരു വീഡിയോയുമായി വരുന്നവഴേക്കും എല്ലാവർക്കും അസ്സലാമലൈക്കും.